Hi students, welcome back to Bosco Campus Vision. I am Marina Michael, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. This is the 14th lecture of Investment Management for S5 BBA students. Dear students, today we are going to learn which are the characteristics of capital market and functions of capital market. Capital market characteristics and functions of capital market. Let us start with capital market characteristics. First one, serves as a link between savers and investment opportunities. Capital market serves as a crucial link between saving and investment process as it transfers money from savers to entrepreneurial borrowers. That is, capital market act as a link between savers and investment opportunities. സേവേഴ്സിൻ്റെ കയ്യിൽ ദാറ്റ് ഈസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ സർപ്ലസ് ഫണ്ട്സ് ഉള്ളവരെ പറയുന്ന പേരാണ് സേവേഴ്സ്. അവരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. അവരുടെ കയ്യിലുള്ള സർപ്ലസ് ഫണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് വഴിയായിട്ട് ഓൺട്രപ്രണറിയൽ ബോറോവേഴ്സിന് ഉപയോഗിക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുക. സേവേഴ്സിനും ഓൺട്രപ്രണറിയൽ ബോറോവേഴ്സിനും ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനും ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്. സെക്കൻഡ് വൺ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടേം സെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. That's why it helps the investors to invest their hard-earned money in long-term investments. നമുക്ക് കുറച്ച് കാലത്തേക്ക്, നീണ്ട കാലയളവിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റേഴ്സിന്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് സഹായിക്കുന്നു. Next is helps in capital formation. Capital market offers opportunities for those investors who have surplus amount of money and want to park their money in some type of investment and also take the benefit of the power of compounding. That is capital formation. ക്യാപിറ്റൽ മാർക്കറ്റ് വഴിയായിട്ട് ഇൻവെസ്റ്റേഴ്സിന്, നമ്മൾ പറഞ്ഞു സർപ്ലസ് എമൗണ്ട് ഓഫ് മണി ഉള്ളവരാണ് സേവേഴ്സ്. അവരാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. അവരുടെ എമൗണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ആ ഇൻവെസ്റ്റബിൾ ഫണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതുവഴിയായിട്ട് നല്ലൊരു എമൗണ്ട്, ദാറ്റ് ഈസ് പവർ ഓഫ് കോമ്പൗണ്ടിങ്, ഒരു ലോങ് ടേം കാലയളവിലേക്ക് ആയതുകൊണ്ട് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് നല്ലൊരു റിട്ടേൺ തിരിച്ച് ലഭിക്കും. അതുവഴിയായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. The capital market plays an important role in mobilization of savings and channel them into productive investments for the development of commerce and industry. Next is helps intermediaries. Fourth one, helps intermediaries. While transferring of shares and money from one investor to another, it takes helps of intermediaries like brokers, banks, etc., thus helping them in conducting their business. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇന്റർമീഡിയറീസ് ആണ് ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, എക്സെട്ര. ഒരാളുടെ കയ്യിലിരിക്കുന്ന, ഒരു ഇൻവെസ്റ്ററുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, സെക്യൂരിറ്റീസ്, ഇത് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് പോകുന്നത് ത്രൂ ഇന്റർമീഡിയറീസ് വഴിയായിട്ടാണ്. അതുവഴിയായിട്ട് ഈ ഇന്റർമീഡിയറീസ് ഉള്ളത് കൊണ്ട് തന്നെ അവരെ അത് ഹെൽപ്പ് ചെയ്യുന്നു ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ. thus helping them in conducting their business. അവർക്കും ഇത് ഒരു ഉപകാരമാകുന്നു. That is fourth characteristics of capital market. It helps capital market, helps intermediaries. Next is
rules and regulations. Capital market characteristics. Fifth one, rules and regulations. The capital markets operates under the regulation and rules of the government, thus making it a safe place to trade. നമുക്കറിയാം ക്യാപിറ്റൽ മാർക്കറ്റ് ആ ഓരോ ഗവൺമെന്റിന്റെയും റൂൾസിനും റെഗുലേഷൻസിനും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അന്നേരം ആ ഗവൺമെന്റിന്റെ റൂൾസും റെഗുലേഷൻസും അനുസരിച്ചായതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ സെക്യൂരിറ്റീസും സേഫ് ആണ്. ഇറ്റ് ഇസ് എ സേഫ് പ്ലേസ് ടു ട്രേഡ്. That is the last characteristics of capital market is rules and regulations. The capital markets operates under the regulation and rules of the government, thus making it a safe place to trade. നമ്മൾ പഠിച്ചത് 5 characteristics ആണ് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ. ഫസ്റ്റ് വൺ, സേവ്സ് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. സെക്കൻഡ് വൺ, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. Third one, helps in capital formation. Fourth one, helps intermediaries. And lastly, rules and regulations. Next is functions of capital market. Capital market acts in linking investors and savers. The capital market acts as an important link between savers and investors. The savers are lenders of funds. Savers are lenders of funds while investors are borrowers of funds. മനസ്സിലാവുന്നുണ്ടോ? സേവേഴ്സിനെ പറയുന്ന പേരാണ് ലെൻഡേഴ്സ് ഓഫ് ഫണ്ട്സ്. പൈസ കൊടുക്കുന്നവര്, അധികം പൈസ ഉള്ളവര്, കയ്യിലുള്ളവര്. വൈൽ ഇൻവെസ്റ്റേഴ്സിനെ പറയുന്നവര് ബോറോവേഴ്സ് ഓഫ് ഫണ്ട്സ്. കയ്യില് സേവേഴ്സ് ഹു ഡു നോട്ട് സ്പെൻഡ് ഓൾ ദെയർ ഇൻകം ആർ കോൾഡ് സർപ്ലസ് യൂണിറ്റ്സ്. അതുകൊണ്ടാണല്ലോ അവരുടെ കയ്യിൽ എമൗണ്ട് ബാക്കിയുള്ളത്. മൊത്തവും എമൗണ്ടും ചെലവാക്കി കളയാത്തവരെ പറഞ്ഞ പേരാണ് സേവേഴ്സ്. അതാണ് സർപ്ലസ് യൂണിറ്റ്സ്. ബോറോവേഴ്സിനെ പറഞ്ഞ പേരാണ് ഡെഫിസിറ്റ് യൂണിറ്റ്സ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് ഈ സർപ്ലസ് യൂണിറ്റ്സും ഡെഫിസിറ്റ് യൂണിറ്റ്സുമായി തമ്മിലൊരു ലിങ്ക് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സും സേവേഴ്സും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ആക്ട് ചെയ്യുന്നു. The capital market is the transmission mechanism between surplus units and deficit units. Next, it facilitates the movement of capital to be used more profitably and productively to boost the national income. Funds coming into the capital market from individuals and financial intermediaries and are used by commerce, industry and government. It thus facilitates the transfer of funds to be used more productively and profitability to increase the national income. ഇങ്ങനെ കിട്ടുന്ന ഇൻഡിവിജ്വൽസിൻ്റെ അടുത്തും ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിനും കിട്ടുന്ന ഫണ്ട്സ് നല്ല രീതിയിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടും ഉപയോഗിക്കാൻ ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. അതുവഴി എന്താണ് നാഷണൽ ഇൻകം കൂടുന്നു, നാഷണൽ ഇൻകം വർദ്ധിക്കാൻ കാരണമാവുന്നു. Then next, it boosts the economic growth. നമ്മൾ നേരത്തെ കണ്ടു നാഷണൽ ഇൻകം കൂടുന്നു, then എക്കണോമിക് ഗ്രോത്ത് കൂടുന്നു. The capital market encourages economic growth. The various institutions which operate in the capital market give quantities and qualitative direction to the flow of funds and bring rational allocation of resources. നമുക്ക് ഈ ഫിനാൻഷ്യൽ അസറ്റ്സിനെ, ഫിനാൻഷ്യൽ ആൾക്കാരുടെ കയ്യില്, ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യില് അല്ലെങ്കിൽ സേവേഴ്സിന്റെ കയ്യില് അധികമുള്ള ഫണ്ടിനെ, ആ ഫിനാൻഷ്യൽ അസറ്റ്സിനെ പ്രൊഡക്റ്റീവ് അസറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നു ത്രൂ ക്യാപിറ്റൽ മാർക്കറ്റ്. Then thereby it boosts the economic growth. Then next, it mobilizes savings to finance. Mobilization of savings to finance long-term investment. ഈ ആൾക്കാരുടെ കയ്യിലൊക്കെ ഉള്ള ഈ സേവിങ്സിനെ
ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസ് ചെയ്യാൻ, അതായത് ഓൺട്രപ്രണറിയൽ ബോറോവേഴ്സിനാണ് ഈ ഫണ്ട് ആവശ്യമുള്ളത്. അന്നേരം അവർക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഫിനാൻസ് ചെയ്യാൻ ഈ സേവിങ്സിനെ കൊണ്ട് സാധ്യമാക്കുന്നു ക്യാപിറ്റൽ മാർക്കറ്റ്. ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന സേവിങ്സിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ലോങ് ടേം ഫിനാൻസിന് സാധ്യമാക്കുന്നു, ലോങ് ടേം ഫിനാൻസിന് വഴിയൊരുക്കി കൊടുക്കുന്നു. It also the functions of, these are the functions of capital market. It acts in linking investors and savers. It facilitates the movement of capital to be used more profitably and productively to boost the national income. Then it boosts the economic growth, mobilization of savings to finance long-term investment. ഇനിയുണ്ട് functions. ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. Next, it facilitates trading of securities. That is, it facilitates buying and selling of securities. Then, it minimizes transaction and information cost. Transaction and information cost. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുമായിട്ടുള്ള ഇൻഫർമേഷൻസ്, സെക്യൂരിറ്റി മാർക്കറ്റുമായുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. Then, quick valuation of financial instruments. Financial instruments ആയ ഷെയർസ്, ഡിബഞ്ചേഴ്സിൻ്റെയൊക്കെ വാല്യുവേഷൻ പെട്ടെന്ന് അതിൻ്റെ കറക്റ്റ് വാല്യൂ നമുക്ക് അറിയാൻ പറ്റുന്നു. ഇതെല്ലാം തന്നെ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് ആയിരിക്കും. അതുവഴിയാണ് നമുക്ക് കോസ്റ്റ് കുറവാകുന്നത്. Then, it facilitates transaction settlement. വളരെ നമ്മളിപ്പോൾ ഒരു ഷെയർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താണെങ്കിൽ ഇതിന്റെ സെറ്റിൽമെന്റ് ഒരു ലോങ് ഡ്യൂറേഷൻ ഒന്നും എടുക്കില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കും. Then through capital market the transaction settlement are easy. Next, improvement in the effectiveness of capital allocation. Improvement in the effectiveness of capital allocation. The capital market provides a market mechanism for those who have savings and to those who need funds for productive investments. It diverts resources from wasteful and unproductive channels such as gold, jewelry, real estate, etc. to productive investments. നമുക്കറിയാം ക്യാപിറ്റൽ അലോക്കേഷൻ നമ്മൾ കണ്ടായിരുന്നു. എവിടെയാണോ സർപ്ലസ് ഫണ്ട് ഉള്ളത്, ദാറ്റ് ഈസ് സർപ്ലസ് യൂണിറ്റ്സ്, അവിടെ നിന്ന് എവിടെയാണോ ആവശ്യമുള്ളത്, ദാറ്റ് ഈസ് ഡെഫിസിറ്റ് യൂണിറ്റ്സിലേക്ക് ഫണ്ട് എത്തിക്കുന്ന ഒരു ലിങ്ക് ആയിട്ടാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ അലോക്കേഷൻ സാധ്യമാക്കുന്നു. നെക്സ്റ്റ്, കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ്. കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ത്രൂ ഔട്ട്. കാരണം എന്താണ്, എവിടെയാണോ ഫണ്ട് അധികമുള്ളത് അവരെന്ത് ചെയ്യും, സെക്യൂരിറ്റീസ് വാങ്ങും. എവിടെയാണോ ഫണ്ട് ആവശ്യമുള്ളവര് അവർ സെക്യൂരിറ്റീസ് വിൽക്കും. അങ്ങനെയാണ് കണ്ടിന്യൂസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്സ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. Then lastly, the capital market is the best source of finance for companies. It offers a spectrum of investment avenues to all investors which encourage capital creation. എന്ന് വെച്ചാല് ക്യാപിറ്റൽ ആർക്കാണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആരാണോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആഗ്രഹം ഉള്ളവരാരാണോ അവർക്ക് ഒരു സ്പെക്ട്രം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓൺട്രപ്രണറിയൽ ബോറോവേഴ്സിനൊക്കെ ഏറ്റവും നല്ല സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെയാണ്. കമ്പനീസിന് ദി ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് തന്നെയാണ്. In this session, we learned which are the characteristics of capital market and functions of capital market. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വായിക്കുക, അല്ലെങ്കിൽ മിസ്സിന്റെ അടുത്ത് ചോദിക്കുക. Then assignment is what is capital market, discuss its features and what are the functions of capital market. Thank you students. Thank you for watching this video.